അങ്ങനെ അനിയുടെയും അനാമികയുടെയും കല്യാണം തീരുമാനിക്കുകയാണ്. ഈ വിവരം പറയുന്ന നന്ദു ആകെപ്പാടെ ഷോക്കായിട്ട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ മുറിയിൽ അനിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകിലായിട്ട് ഐ ലവ് യു അനി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര ബോയ്സ് എൻ്റെ ലൈഫിൽ പാസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ ആരോടും തോന്നാത്തൊരു ഫീലിങ്സാണ് എനിക്ക് നിന്നോട് തോന്നുന്നത്. നിന്നെ കണ്ടാന്ന് മുതൽ തന്നെ നിന്നോട് എനിക്ക് വല്ലാത്തൊരു പ്രണയമാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണിക്കാൻ സാധിക്കുന്നില്ല. ഏതോ ഒരു നിമിഷത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നമ്മളെ കണ്ടുമുട്ടേണ്ടിയിരുന്നില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു ഫോട്ടോ നോക്കിയിട്ട് വീണ്ടും വീണ്ടും കരയാണ് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും? അനാമിക വന്നുകൊണ്ടാണ് ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിലുള്ള സ്നേഹം മനസ്സിലായത്. അല്ലെങ്കിൽ എപ്പോഴും നീ എൻ്റെ ഫ്രണ്ട് മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോയേനെ എന്നൊക്കെ പറയുന്നു. നമ്മുടെ ഇടയിലേക്ക് ആ അനാമിക വരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു എന്നൊക്കെ നന്ദു പറയാണ്. പക്ഷേ എൻ്റെ ചിന്തകളൊന്നും തന്നെ ശരിയല്ല. എൻ്റെ 2 ചേട്ടത്തിമാരും തന്നെ അവിടെ വന്ന് നിന്ന് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനോട് അങ്ങോട്ട് ചെന്നാൽ എന്നും എൻ്റെ ചേച്ചിമാർക്ക് കണ്ണീര് മാത്രമേ കാണുകയുള്ളൂ എനിക്കും എന്നൊക്കെ നന്ദു ഇങ്ങനെ ഓർക്കാണ്. എന്നിട്ട് നന്ദു അനിയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയാണ്, നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? നമ്മളെന്നും ഫ്രണ്ട്സായിട്ട് മാത്രം എന്നാൽ പോരായിരുന്നോ? ഇത്രയും കാലമായിട്ട് ഞാൻ ആണുങ്ങളുടെ കൂടെ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അവരുടെ കൂടെ മാത്രമേ ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുള്ളൂ. എപ്പോഴും ഞാനൊരു ആൺകുട്ടിയെ പോലെ നടന്നിട്ടുള്ളൂ. പക്ഷേ എപ്പോഴോ ഞാനൊരു പെണ്ണാണെന്ന് എനിക്ക് തോന്നിപ്പോന്നു. അത്രമാത്രം ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അനിയെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വന്നിട്ട് കനകം വന്നിട്ട് കഥവിന് തട്ടുന്നുണ്ട്. നന്ദു നീ എന്തെടുക്കാടെ? കഥവ് തുറക്ക്, നീ എന്തിനാ കഥവ് ലോക്ക് ചെയ്തിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വരൂ അമ്മയെന്ന് പറഞ്ഞിട്ട് തലാണി അടിയിലേക്ക് ആ ഫോട്ടോ കയറ്റി വെച്ചതിന് ശേഷം നന്ദു അവിടുന്ന് കഥവ് തുറക്കുന്നു. നീ എന്തിനാ കഥയൊക്കെ പൊട്ടിട്ട് അകത്തിരിക്കുന്നതെന്ന് കനകം ചോദിക്കുന്നുണ്ട്. അതമ്മേ ഞാൻ വെറുതെ ഇരുന്നതാ. എന്ത് പറ്റും നിനക്ക്? മുഖമൊക്കെ ഒരുമാതിരി ഉണ്ടല്ലോ. ഒന്നുമില്ല അമ്മ ഇപ്പം എന്തിനാ വിളിച്ചെന്ന് കാര്യം പറയാന്ന് പറയുമ്പോൾ, അല്ല നീ ആ പച്ചക്കറിയൊക്കെ ഒന്ന് അടുക്കി പറക്കൊക്കെ വെച്ചെന്ന് പറയുന്നുണ്ട്. ആ ശരിയെന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ അങ്ങോട്ട് അടുക്കാനൊക്കെ പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അടുക്കി വെച്ചിട്ട് അവൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കനകം ഒരു പെൺകുട്ടി ഇരിക്കേണ്ട റൂമാ, ഒന്ന് നോക്കിക്കേ, മൊത്തം അലങ്കോലമായിട്ട് ബെഡും ബെഡ്ഷീറ്റും ഒക്കെ കാണിച്ചിരുന്ന കോലം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ആ കനകം ആ ബെഡും ഒക്കെ വിരിച്ച് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോഴാണ് തലാണിയുടെ അടിയിൽ നിന്നും ആ ഒരു ഫോട്ടോ കിട്ടുന്നത്. ഫോട്ടോയുടെ ബാക്ക് സൈഡിൽ ഇരുന്ന് ഐ ലവ് യു അനി എന്നുള്ളത് ആ കനകം കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു എടുത്തിങ്ങനെ നോക്കിയിട്ട് തിരിച്ച് നോക്കുമ്പോഴാണ് അനിയുടെ ഫോട്ടോ കാണുന്നത്. ഇത് കണ്ട് അവൾ ആകെപ്പാടെ ഷോക്കായിട്ട് ഞെട്ടിലോടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കനകം ആകെപ്പാട് ഡിപ്രഷനിലായിരുന്നു. പെട്ടെന്ന് ഈശ്വര ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് തലയെ കയ്യും വെച്ചുകൊണ്ട് കനകം അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഞാൻ തെറ്റുകാരി, എന്നെ പറഞ്ഞാൽ മതിയല്ലോ. 3 പെൺകുട്ടികളെയും കാശല വീട്ടിൽ കെട്ടിക്കണം ഞാൻ ആഗ്രഹിച്ചെന്നുള്ള ശരി തന്നെയാണ്. പക്ഷേ അവർ രണ്ടുപേരും അവിടെ പോയി കിടന്ന് അനുഭവിക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ വീട് എന്ത് സ്വർഗ്ഗാന്ന് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ നന്ദമോളും ഇനി അവിടെ പോയി അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഈ ബന്ധം നടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. എല്ലാത്തിനും കാരണക്കാരി ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്വയമേ പഴിച്ചുകൊണ്ട് കനകം അവിടെ നിന്ന് അലറി വിളിച്ച് കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് പോയിട്ട് തിരികെ വരുന്ന നന്ദു കയറി വരുമ്പോഴേക്കും നീ എവിടെ പോയതാണെന്ന് ചോദിച്ചുകൊണ്ട് നന്ദുവിനെ കനകം അടിക്കുന്നുണ്ട്. എന്താ അമ്മേ, എന്തിനാണ് തല്ലുന്നേ? അമ്മ അങ്ങോട്ട് മാറി നിന്നേ, തല്ലാതെന്ന് പറയുന്നുണ്ട്. എന്താ കാരണം നിനക്ക് അറിയണമല്ലേ എന്നും പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്ത് നന്ദുവിനെ കാണിക്കുമ്പോഴേക്കും നന്ദു അമ്മേ എന്ന് വിളിക്കുകയാണ്. മിണ്ടിപ്പോകരുത്, ഇനി ആ അശ്വരം നീ മിണ്ടിപ്പോകരുത്. ഞാൻ നിന്നെ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. നീ വിവാഹമേ വേണ്ട, നീ ആൺകുട്ടികളെ പോലൊക്കെ നടക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ ഇങ്ങനെ യാതൊരു ചിന്തകളും ഇല്ലെന്ന് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് നിൻ്റെ മാറ്റങ്ങൾ കാണുമ്പോൾ നീ ഒരു പെൺകുട്ടിയാണെന്ന് നീ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നിൻ്റെ മനസ്സിൽ അനിയുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അത് ഇത്രത്തോളം വളർന്ന് വലുതായി എന്നുള്ള കാര്യം എനിക്കറിയില്ല. അനാമികയുമായിട്ടുള്ള അവൻ്റെ കല്യാണം ഉറപ്പിച്ച അന്ന് മുതലേ നിൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അത് ഇത്രത്തോളം വളർന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ അവൾ കനകം തന്നെ പിന്നെ കിടന്ന് തല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നന്ദു പറയുന്നുണ്ട് അമ്മയെ തല്ലാതെ അമ്മയെന്ന് വിളിച്ച് കരയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ കനകം കേൾക്കാൻ കൂട്ടാകുന്നില്ല കേട്ടോ. നയനമോള് ഇപ്പം അനുഭവിക്കുന്നത് നിനക്ക് പോരെ, നിനക്ക് പോയി കിടന്ന് അനുഭവിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദുവിനെ അടിച്ച് താഴെയിട്ട് കനകം മോളെ ചവിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട, ഇനി നീ രശ്വരം മിണ്ടിപ്പോയക്കൽ വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ വലിച്ചടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കഥകിൽ റൂമിൽ പൂട്ടിയിടുന്നുണ്ട്. ഒരു മനുഷ്യൻ പോലും ഈ കാര്യം അറിഞ്ഞു പോകരുത്. എത്രയും പെട്ടെന്ന് അനിയുടെ വിവാഹം നടക്കണം. ഒരു തടസ്സവും കൂടാതെ അനിയുടെ വിവാഹം നമുക്ക് നടത്തണം. അതിനിടയിൽ കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാണല്ലോ നിന്നെ കൊന്നു കളയുമെന്നൊക്കെ കനകം പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗോവിന്ദൻ കയറി വരികയാണ്. എന്താ പ്രശ്നയുടെ ബഹളം അങ്ങ് വരെ കേൾക്കാലോ. എന്താ കനകം, എന്താ പ്രശ്നം ഉണ്ടായത് എന്നും പറയുമ്പോഴേക്കും അവിടെ കനകം കുത്തിയിരുന്ന് പൊട്ടിക്കരയാണ്. ഗോവിന്ദൻ വന്നിട്ട് എന്താ കനകവേ, എന്താ കാര്യം പറ, നീ കരയാതെ കാര്യം പറ എന്ന് പറയുമ്പോഴേക്കും
കയ്യിലിരുന്ന അനിയുടെ ഫോട്ടോ അവൾ അച്ഛനിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പുറകിലിരുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും അച്ഛനും കാര്യം മനസ്സിലാകുന്നുണ്ട്. അച്ഛൻ പെട്ടെന്ന് കനകത്തിനെയും കൂട്ടിക്കൊണ്ട് പോയി കഥക് തുറന്ന് നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ നന്ദു, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഞാൻ ഇങ്ങനെ നിന്നെ കരുതിയില്ലെന്നില്ല എന്ന് പറയുമ്പോഴേക്കും നന്ദു ഓടിച്ചെന്ന് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഏതോ ഒരു നിമിഷത്തിൽ എനിക്കറിയാതെ തോന്നിപ്പോയതാ. അവളോട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ അനാമിക വന്ന കാര്യത്തിൽ പിന്നെയാണ് എനിക്ക് അവനുള്ളത് യഥാർത്ഥ സ്നേഹമാണെന്ന് മനസ്സിലായത്. എനിക്കിപ്പം അവനെ മറക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അവൻ്റെ കല്യാണത്തിന് ഞാനൊരു തടസ്സം ഉണ്ടാവില്ല. എൻ്റെ ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഞാൻ മനസ്സിൽ കുഴിച്ചു മൂടിക്കോളാം, നിങ്ങൾ രണ്ടുപേരും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നന്ദു കെട്ടിപ്പിടിച്ച് കരുന്നുണ്ട് അച്ഛനെ. അപ്പോഴേക്കും ഗോവിന്ദൻ സമാധാനിപ്പിക്കുന്നുണ്ട്. സാരമില്ല മോളെ, അത് നമുക്ക് വിധിച്ചിട്ടുള്ള ബന്ധമൊന്നുമല്ല. മോളുടെ ചേച്ചിമാരടപ്പേ കിടന്ന് അനുഭവിക്കുന്ന മക്കൾ കാണുന്നതല്ലേ. ഈ അച്ഛനമ്മയ്ക്ക് അവിടെ ഒന്നൊരു നേരം നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളോടൊരു നേരം ആഹാരം കഴിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒന്നും പറ്റുന്നില്ല. അത്രത്തോളം എൻ്റെ മക്കൾ അവിടെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇനി നീയും കൂടെ അവിടെ പോയിട്ട് വിഷമിക്കാൻ ഞങ്ങൾക്ക് ഒരുക്കമല്ല എന്നൊക്കെ അച്ഛൻ പറയാണ്. ഇല്ല അച്ഛാ, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുക, ഒരിക്കലും ഞാൻ കാരണം നിങ്ങൾ കരയേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു വീണ്ടും കരയുന്നുണ്ട്. ഗോവിന്ദനും കനകവും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് രണ്ടുപേരും കരയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്നോട്, അനിയുടെ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ എന്ന് പറയുമ്പോഴേക്കും കനകം പറയുന്നുണ്ട്, അയ്യോ ഇല്ല ഗോവിന്ദേട്ടാ, ഞാൻ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഞാനിപ്പോൾ ടോട്ടലി മാറി. ഒരിക്കലും അനിയുടെ മോൻ്റെ കല്യാണത്തിന് ഞാൻ ബഹളം വെക്കില്ല. എങ്ങനെയെങ്കിലും ആ മോൻ്റെ കല്യാണം അനാമികയുമായിട്ട് കഴിഞ്ഞാൽ മാത്രം മതി. നമ്മുടെ മോളെ സാധാരണക്കാർ വീട്ടിലേക്ക് കടിച്ചിട്ടാൽ മതി. അങ്ങനെയാകുമ്പം നമുക്കൊരു നേരം അടുപ്പ് നിൽക്കാമല്ലോ എന്ന് കനകം പറയുന്നുണ്ട്. അപ്പോഴേക്ക് ഗോവിന്ദൻ പറയാണ്, എനിക്ക് ഒരുപാട് സന്തോഷമായി. മുമ്പുള്ള കനകമല്ല നീ ഇപ്പോൾ ഒരുപാട് മാറ്റമായി. അത് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദൻ കനകത്തെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനി കയറി വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ആൻറ്റി അവൾ എന്ത് ചെയ്യും, അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഇവരെല്ലാം മുഖത്തോടെ മുഖം നോക്കുകയാണ്. ശരിക്കും അവന് ഇഷ്ടമാണെന്നുള്ള കാര്യം അവൻ അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഗോവിന്ദനും കനകത്തിനും അറിയാം കേട്ടോ. നന്ദു അവിടെ നിൽക്കുന്നുണ്ട്. നന്ദു, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ? എത്ര ദിവസം കൊണ്ട് ഞാൻ വിളിക്കാം, മെസ്സേജ് അയക്കുന്നു, ഗ്രൗണ്ടിൽ പോയി നോക്കി, നിനക്ക് എന്താ സംഭവിച്ചേ? എന്താ നന്ദു, എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ആനി, എനിക്ക് നല്ല തലവേദന പോലെ. ആണോ? അയ്യോ എങ്കിലും നമുക്ക് ഡോക്ടറെ കാണാൻ പോകും. വേണ്ട ആനി, ഒന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. പിന്നെ ഇത്രയും ദിവസമായിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനാമിക കയറി വരികയാണ്. അപ്പോഴേക്കും അവനൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അനാമിക, നീ എന്താ ഇവിടെ? ഞാൻ ഒരു ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങിയതാ, നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തപ്പോൾ ഞാനെങ്കിൽ വിട്ടു പോകാന്നാ കരുതിയത്. അപ്പോളാ ഇവിടെ നിൻ്റെ വണ്ടി കണ്ടത്, അങ്ങനെ കയറിയതാ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് മോളെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കനക ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക അകത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. എന്താ രണ്ടോ തമ്മിലുള്ള പ്രശ്നം? ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനി പറഞ്ഞിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത വീട്ടിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അനാമികയുടെയും അനിയുടെ നന്ദുവിൻ്റെ ട്രാക്ക് എന്തായാലും അത് അടുത്ത വീട്ടിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.